ഒരു റെസ്പോൺസ് കൂടി അറിയണം. ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ടൈമാണ് ഒരു സ്കിൻ്റെ ക്ലിനിക്കിൽ അന്വേഷണം വരുന്നത്. അതിനായിട്ട് വന്ന എല്ലാവരോടും ഒത്തിരി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. കൊച്ചി ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. അല്ല, കൊച്ചിയിൽ പൊതുവെ ഇതിലുള്ള പ്രോഗ്രാമൊന്നും അധികം കൊച്ചിയല്ലേ? കൊച്ചിയിലല്ലേ പേട്ട അല്ലേ? കൊച്ചി ജില്ലയിലല്ലേ? ഓക്കെ, എനിക്കറിയില്ല. ഞാൻ കൊച്ചിക്കാരിയല്ല, ഞാൻ തിരുവനന്തപുരംകാരിയാണ്. ഹെയർ എന്ന് പറയുന്നത് ഞാനൊരു ക്ലിനിക്കിൽ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ. കാരണം ഞാൻ തേടി പിടിച്ച് നല്ലൊരു ക്ലിനിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തു, കുറച്ച് നാളുകൾ എടുത്തു. ഏത് ക്ലിനിക്കിൽ പോകണം എന്നുള്ളത്. കാരണം ഒരുപാട് ഇപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് റിവ്യൂ കാര്യങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടല്ല പോകുന്നത്. നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എവിടെന്നാണ് കിട്ടുന്നത് അവിടെയാണ് ഞാൻ പോകാറുള്ളത്. അപ്പോൾ എന്താ പറയണ്ടേ, ഷിയാസിക്കാണെങ്കിൽ ഈ സ്കിന്നും ഹെയറിനെ പറ്റി കൂടുതൽ നന്നായിട്ട് അറിയാമല്ലോ. ഇങ്ങോട്ട് വരുന്നത് ഭയങ്കരമായിട്ട് രസം എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ലേ, ഷിയാസിക്ക എല്ലാ ക്ലിനിക്കും പോകാറുണ്ട് അല്ലേ? നല്ല ഇത് ക്ഷമിക്കണം. ഇതിന് മുന്നേ പറയാറുണ്ടല്ലോ, ദോഹയ്ക്ക് പോകുന്നതിന് മുന്നേ പറയാറുണ്ടല്ലോ. എന്തായാലും ആ ഒരു ക്ലിനിക്ക് നല്ല രീതിയിൽ പോകുന്നതായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഷിയാസിക്ക അവിടെ വരുന്നത് തന്നെ. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം ഇനാവശ്യം ചെയ്യാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ബാക്കി ഷിയാസിക്കയെ സംസാരിക്കും. സഭയ്ക്ക് ഞാൻ മൈക്ക് പാസ് ചെയ്യാണ്. എല്ലാവരും നമസ്കാരം. അനു ഒരുപാട് സംസാരിച്ചുകൊണ്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അല്ല, വേറെ ഒന്നുമില്ല. ഇനി മൈക്കൊന്നുമില്ല, നീ സംസാരിക്കുന്നത് കഴിഞ്ഞു. ഒരുപാട് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതലേക്ക് സംസാരിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു മതി. പിന്നെ ഞാൻ ക്ലിനിക്കിൽ പോകുന്ന ആളാണ്. കാര്യം എനിക്കിപ്പോൾ 30+ ആയി. അപ്പോൾ ഈ മുടി നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ സംഭവിക്കാം. പ്രായം നമ്മൾ ഏജ് തോന്നിക്കും, അത് ഡെഫിനറ്റ്ലി തോന്നിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് PRPയെ പറ്റി ഭീകരമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഉറങ്ങാൻ പറ്റില്ല, അതിന് കുളിക്കാൻ പറ്റില്ല, ജിമ്മിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അനുമോള് പറഞ്ഞതല്ലേ, നമ്മുടെ എറണാകുളത്തോട് ഞാനിപ്പോൾ വലിയ അത്യാവശ്യം ആൾക്കാരുണ്ടാവാറുണ്ട്. അത് പൊതുവെ മലപ്പുറം അങ്ങനെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച് അതിന് പറഞ്ഞാണ്. അല്ലാതെ അവിടെ അപ്പോൾ ഈ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടാവാറുണ്ട്. പിന്നെ ആ ഒരു ഇത് വെച്ച് പറഞ്ഞാണ് അത്. പക്ഷേ കുറവാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പൈസ ആയതുകൊണ്ടും പിന്നെ എല്ലാവരും ജോലി തിരക്കിലൊക്കെ ആയിട്ട് ജോലിയില്ലേ, അങ്ങനെയല്ല, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇതിനകത്ത് നെയ്ച്ചോറും ബീഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിനോട് ഞാൻ എവിടെ ഉള്ളാൻ പോയാലും ദൂരെ കിട്ടിയതിനെ കൂടെ പറഞ്ഞിരിക്കും. അതുപോലെ ഈ ക്യാമറയുടെ മുക്കിലൂടെ വരുന്ന പബ്ലിസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഗുഡോ ബാഡോ എന്ന് ഡോക്ടറോട് പറയുക. അപ്പോൾ അവരതിനുള്ള കറക്റ്റ് കാര്യം ചെയ്തല്ലേ? അതെ, അതെനിക്കുണ്ടാവും. ഞാൻ വന്നിട്ടുണ്ട്. ഇവര് ബേസിക്കലി നല്ല നമ്മൾ ഡോക്ടർ എന്നൊന്നും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാരെ പോലെ തന്നെ അത് നിങ്ങൾക്ക് ഇവരായിട്ട് നേരിട്ട് പരിചയമുള്ള ആൾക്ക് അറിയാൻ പറ്റും. അറിയാത്തവർക്ക് ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, അത് ചെയ്തു തരും. താങ്ക് യു. സോ ഇതിനെല്ലാത്തിനും ഇത് 3 നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഞങ്ങളുടെ ബാക്ക് ബോൺ അത് കുറച്ച് നീങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഉമ്മച്ചി ഞങ്ങളുടെ ബാക്ക് ബോൺ ആണ്. ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്കിലും ഉമ്മച്ചി ഈസ് അവർ ബാക്ക് ബോൺ എന്ന് ഡോക്ടർ എടുത്തെടുത്ത് പറയായിരുന്നു. സോ ദിസ് ഈസ് ഉമ്മച്ചി ആൻഡ് ഉമ്മച്ചിയാണ് ഇവിടെ ബാക്ക് ബോൺ. ആൻഡ് ഹർ നെയിം ഇസ് സൈനബ അലിയ. ആൻഡ് ഇതാണ് ഡോക്ടർ ഫെയർ ക്ലിനിക്. ഇനി ഇത്രയും നാളും ആലുവ മാത്രമായിരിക്കും ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവുക.
റിപ്പോർട്ടർക്കാർക്ക് തിരഞ്ഞെടുക്കുന്ന അവസരം ഇസ് ഹിയർ. നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് ഡോക്ടർ ഫെയർ പേര് മാറ്റുന്നത് ഡോക്ടർ ഫെയർ ഈസ്